സുഖമായി സന്തോഷമായിരിക്കട്ടെ കൂട്ടുകാരി. അപ്പം ഇന്നത്തെ വിഷയം ഉച്ചയുണ്ട് എന്തൊക്കെയാണ് ഞാൻ സ്പെഷ്യലായിട്ട് ഒരുക്കുന്നത്, സ്പെഷ്യൽ ടേസ്റ്റിലായിട്ട് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് ഒന്ന് കണ്ടു നോക്കാല്ലേ. ചെമ്മീൻ കറിക്ക് ഇത്ര രുചിയോ? തേങ്ങ വറുത്തച്ച നാടൻ ചെമ്മീൻ കറിയാണ് റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത്. അടിപൊളി റെസിപ്പിയാണ്. നല്ല നാടൻ രുചിയിൽ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ചെമ്മീൻ കറി? ഇത്ര രുചിയിൽ നിങ്ങൾ കഴിച്ചു കാണില്ല. അത്രയും ടേസ്റ്റേറിയ ചെമ്മീൻ കറിയാണ് റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത്. കൂടാതെ ഉച്ചയുണ്ണ എന്തൊക്കെയാണ് ഞാൻ സ്പെഷ്യലായിട്ട് ഒരുക്കുന്നത് ഒന്ന് കണ്ടു നോക്കാം അല്ലേ. അപ്പോൾ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. പിന്നെ ഫുള്ളായി കണ്ട ശേഷം ഒന്ന് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്താനും മറന്നു പോരുത് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് ആദ്യം തന്നെ കിടക്കാം കേട്ടോ. ഇപ്പോഴത്തേക്കൊരു പാൻ വെച്ച് കൊടുത്തു. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. വെളിച്ചെണ്ണ നല്ല രീതിയിലൊന്ന് ചൂടായി വന്നപ്പോൾ നാളികേരതായിട്ട് എടുക്കുന്നുണ്ട്. ചെമ്മീൻ കറി വയ്ക്കാനായിട്ട് 1/2 കിലോ ചെമ്മീനാട്ടോ കിട്ടിയത്. അതിനനുസരിച്ചുള്ള നാളികേരം എടുത്തു, അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഈ സമയം എല്ലാവരും വാച്ച് ചെയ്യുന്നുണ്ടോ? അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്തിട്ട് അടിപൊളി റെസിപ്പിയാണ്. അങ്ങനെ നല്ല രീതിയിൽ വറുത്തെടുത്ത് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ പച്ചമുളക് 2 എണ്ണം, പിന്നെ നമ്മുടെ വെളുത്തുള്ളി 4 അല്ലി, പിന്നെ ഇഞ്ചി പേസ്റ്റ്, പിന്നെ നമ്മുടെ ചെറുള്ളി കേട്ടോ. അതങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഒന്നും കൂടി ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അധികം വറവാവണ്ട കേട്ടോ. ഒരു വിധം നല്ല രീതിയിലൊന്ന് വറുത്തെടുത്താൽ മതിയാവും, അല്ലെങ്കിൽ കരിഞ്ഞു പോയാൽ ടേസ്റ്റ് അങ്ങോട്ട് പോകും. അപ്പോൾ ശ്രദ്ധിച്ച് വേണം എല്ലാവരും കുക്ക് ചെയ്യാൻ കേട്ടോ. അങ്ങനെ അതിലേക്ക് പെരുംജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ ഒന്നും കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും സ്പെഷ്യലായിട്ട് എന്തൊക്കെയാണ് ഒരുക്കിയത്? അപ്പോൾ നമുക്ക് ഇനി അടുത്തതായി പൊടികൾ ചേർത്ത് കൊടുക്കാനാണ് കേട്ടോ. തീ നല്ലപോലെ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. മഞ്ഞൾപ്പൊടി പാകത്തിന്, മുളക് പൊടി പാകത്തിന്, പിന്നെ നമ്മുടെ ഈ മല്ലിപ്പൊടി പാകത്തിന്. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ തീ നല്ലപോലെ കുറച്ച് വെച്ച് നല്ല രീതിയിൽ അങ്ങോട്ട് വറുത്തെടുക്കണം. തീ കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വറുത്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കണം കേട്ടോ. ഇല്ലെങ്കിൽ കരിഞ്ഞ് അങ്ങോട്ട് പോകും, ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ കറിക്ക്. അങ്ങനെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞ് കൂട്ടുകാരെ അടിപൊളി ടേസ്റ്റിൽ നമുക്കിനി തയ്യാറാക്കാം കേട്ടോ. മൺചട്ടിയിലാട്ടോ ഞാൻ റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ അത് ചൂടാറിയ ശേഷം മിക്സിയിലടിച്ച് നല്ല വെണ്ണ പോലെ അടിച്ചെടുത്തത് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫൈനായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒരു ചട്ടി അങ്ങോട്ട് വെച്ചെടുക്കാം. തീ അങ്ങോട്ട് ഓണാക്കല്ലേ കേട്ടോ. ഞാൻ പറയാം കേട്ടോ. ഞാൻ ചട്ടിയിലേക്ക് വെണ്ണ പോലെ അടിച്ചെടുത്ത് നമ്മുടെ തേങ്ങാക്കൂട്ട് ഒഴിച്ചു കൊടുത്തു. പിന്നെ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു. പിന്നെ നല്ല പഴുത്ത തക്കാളി നോക്കി എടുത്ത് കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഒരെണ്ണം എടുത്തു കേട്ടോ. പിന്നെ പച്ചമുളക് 4 എണ്ണം കീറി ഇട്ട് കൊടുത്തു. പിന്നെ പച്ചക്കായ, നമ്മുടെ ഉപ്പേരിക്കായല്ലേ, അതങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് പച്ചമാങ്ങ നട്ടുമാവില്ലി മാങ്ങ, അപ്പം മാങ്ങ അരിഞ്ഞതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമാങ്ങയുടെ സീസണില്ലേ, അപ്പോൾ നമുക്ക് മാങ്ങയില്ലാതെ കറി വെച്ചാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. മാങ്ങ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കുടംപുളി കേട്ടോ, 2 ചോള കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടിപൊളി വളരെ ടേസ്റ്റിയായ നമ്മുടെ ചെമ്മീൻ കറി സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. നാടൻ രീതിയിലാണ് സെറ്റായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റിലാണ് നമ്മുടെ ചെമ്മീൻ കറി കിട്ടുന്നത് കേട്ടോ. വളരെ തേങ്ങ വറുത്തരച്ച ചെമ്മീൻ കറിക്ക് ഇത്ര രുചിയോ എന്നും ആര് ചോദിച്ചു പോകും. അത്രയും ടേസ്റ്റിലാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. എന്നിട്ട് ഇന്ന് ചെറുങ്ങലിച്ചൊന്ന് മൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ. ചെമ്മീൻ ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻകാർ ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അതിലെ ഞരമ്പുകളൊക്കെ ഒന്ന് വലിച്ചളഞ്ഞു കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് വയറുവേദന വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു കറുത്ത നിറത്തിലുള്ളൊരു ഞരമ്പുണ്ട്, അതൊക്കെ ഒന്ന് വലിച്ചങ്ങോട്ട് കളയണം കേട്ടോ. അതൊക്കെ അങ്ങോട്ട് ക്ലീൻ ചെയ്ത് വെച്ചു. എന്നിട്ട് നല്ല രീതിയിൽ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. അപ്പം നമ്മൾ അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളെ കൊടുന്ന് വന്നാൽ കേട്ടോ ചെമ്മീൻ. അപ്പോൾ അതങ്ങോട്ട് കറി വെക്കുകയാണ്. അവരുടെ ഗ്യാസ് അങ്ങോട്ട് തീർന്നു കേട്ടോ. ഗ്യാസ് അടുപ്പ് വർക്ക് ചെയ്യുന്നില്ല, നമ്മുടെ ഗ്യാസ് അങ്ങോട്ട് തീർന്നു ഞങ്ങളുടെ വീട്ടിൽ. അപ്പം നമ്മൾ ഇന്ന് കറി അങ്ങോട്ട് വെച്ച് കൊടുക്കാം എന്ന് ഏറ്റുട്ടോ. അങ്ങനെ ചെമ്മീൻ കൊടുന്നത് അങ്ങോട്ട് വെക്കുകയാണ്. അങ്ങനെ നല്ല രീതിയിൽ തിളച്ച് നമ്മുടെ കറി അങ്ങോട്ട് സെറ്റായി വന്നിട്ടുണ്ട്. കായൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്, ചെമ്മീൻ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഒന്നും കൂടി ടേസ്റ്റ് കൂട്ടാൻ ഒരു പേനടുപ്പത്തേക്ക് അങ്ങോട്ട് വെച്ച് കൊടുത്തു. പാകത്തിനുള്ള വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു. എന്നിട്ട് കുഞ്ഞരിഞ്ഞിരിക്കുന്ന നമ്മുടെ ചെറുള്ളില്ലേ, അതങ്ങോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. നല്ല രീതിയിൽ അങ്ങോട്ട് മൂപ്പിച്ചെടുത്ത് സെറ്റാക്കി നമുക്ക് കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പിലയും ഇട്ടുങ്ങേറ്റ് നല്ല രീതിയിൽ അങ്ങോട്ട് സെറ്റാക്കിയാൽ ഇനി എന്ത് ചെയ്യണം, നമ്മുടെ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റിലാണ് നമ്മുടെ ചെമ്മീൻ കറി സെറ്റായത് കേട്ടോ. കറി സെറ്റായി. അപ്പോൾ പാത്രത്തിലേക്ക് ആക്കിങ്ങായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ.
അതിൽ കുറച്ച് ഞങ്ങൾക്കും മാറ്റി വെച്ചു. അതിനുശേഷം അയില കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മുണ്ടത്തി കിട്ടിയിട്ടുണ്ട്, അത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ അയിലക്കറി റെസിപ്പി ചാനലുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടേക്കണേ. അടിപൊളി ടേസ്റ്റിലാണ് നമ്മുടെ അയിലക്കറി സെറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ അയില അങ്ങോട്ട് ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ പിറ്റേ ദിവസം എടുക്കാം എന്ന് വിചാരിച്ചാൽ നമ്മൾ എങ്ങനെ ടേസ്റ്റ് കൂട്ടാനായിട്ട് എന്ത് ചേർത്താലും കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. എന്താണെന്നറിയോ, ഫ്രിഡ്ജിൽ വെച്ച ഒരു മീനും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അന്നാന്ന് എടുക്കുന്നത് അന്നാന്ന് വെക്കുക കേട്ടോ, എൻ്റെ ശീലം. അങ്ങനെ നല്ല രീതിയിൽ പാകത്തിനൊക്കെ ഉപ്പിട്ട് മീനൊക്കെ നല്ല രീതിയിലിട്ടും കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കിയ ശേഷം തിളച്ചങ്ങോട്ട് മറയുന്നുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റിലാണ് നമ്മുടെ അയിലക്കറി സെറ്റായി കിട്ടുന്നത് കേട്ടോ. ഉണ്ടായിരുന്നു കേട്ടോ, കിഴക്കനാണ്, അതുകൊണ്ട് തന്നെ തൊലി കളയാൻ വളരെ പ്രയാസം കേട്ടോ. നാടനാണെങ്കിൽ നമുക്കൊരു തുണിയിൽ കെട്ടി ഒന്ന് അലക്കല്ലും ഒന്ന് തല്ലി കഴിഞ്ഞാൽ കുറച്ച് തൊലി അങ്ങോട്ട് പോരും. പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്ത് നമുക്ക് അരിഞ്ഞിങ്ങായിട്ട് കൂട്ടാൻ അങ്ങോട്ട് വെക്കാം കേട്ടോ. പക്ഷേ ഇത് വളരെയധികം പ്രയാസമാണ്. നമ്മൾ കുറച്ച് അങ്ങോട്ട് തൊലി കളഞ്ഞ് ഉമ്മാക്ക് കൊടുത്തു, ബാക്കിയുള്ളത് ഉമ്മ തൊലി കളയാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാ കട്ടിയാർന്ന തേങ്ങാപ്പാൽ നമ്മുടെ കറിയിലേക്ക് ഇതാ ചേർത്ത് കൊടുത്ത് അധികം തിളയ്ക്കരുത് കേട്ടോ. തിളയ്ക്കുന്നതിന് മുന്നേ അങ്ങോട്ട് തീ അങ്ങോട്ട് ഓഫ് ചെയ്യണം. ചെറുള്ളിയും അതേപോലെ തന്നെ കറിവേപ്പിലയും വെളിച്ചെണ്ണയിലിട്ട് നല്ല രീതിയിൽ ഇതാ നമ്മുടെ കറിയൊക്കെ അത് തൂളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റിലാണ് നമ്മുടെ അയിലക്കറി സെറ്റായി കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇതാ ഫുഡ് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പാത്തൂസിനുള്ള കറി ഇതാ സെറ്റായിട്ടുണ്ട്. അയിലക്കറി അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മീൻ ഫ്രൈ ചെയ്യാനുണ്ട്, അതിന് ശേഷം ഫുഡ് തരാം എന്ന് പറഞ്ഞായിട്ട് നിർത്തിയിട്ടോ. അതിന് ശേഷം ഇതാ നമ്മുടെ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇതാ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് പുറത്തേക്ക് അങ്ങോട്ട് എടുത്തോ. എന്നിട്ട് ഇതാ തിളച്ച് മറിയുന്ന വെളിച്ചെണ്ണയിലേക്ക് 3-4 ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ വേഗം തന്നെ പാത്തൂസ് ഫുഡ് ചോദിക്കല്ലേ, അപ്പോൾ നമുക്ക് 3-4 കഷ്ണം ഇപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണമെങ്കിലും ഫ്രൈ ചെയ്യാലോ എന്ന് കരുതി അങ്ങനെ 3-4 കഷ്ണം ഇതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയം എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ കുക്കറിൽ ഇതാ നമ്മുടെ കൂർക്ക ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വേവിക്കാനായിട്ട്. അത് കുക്കു എന്ന് വിളിച്ച് ഞാനായിട്ട് വിസിൽ വെടിക്കുന്നുണ്ട്. അപ്പോൾ അത് വേവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അത് തോരൻ വെക്കണം. അത് ഉമ്മ സെറ്റാക്കാം എന്ന് പറഞ്ഞു. പാത്തൂസിനുള്ള ഫുഡ് കൊടുത്തോളേ എന്ന് പറഞ്ഞു കേട്ടോ. അയിലക്കറിയും മുണ്ടത്തി ഫ്രൈയും കൊടുത്തു. അപ്പോൾ അതും കൂട്ടിയും കഴിഞ്ഞിട്ട് പാത്തൂസ് ഫുഡ് കഴിക്കാം കേട്ടോ. അപ്പോൾ കൂർക്ക തോരൻ സെറ്റായിട്ടുണ്ട്. അങ്ങനെ തുമ്പപ്പൂ പോലുള്ള ചോറ് നമ്മുടെ പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുണ്ടത്തി ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതൊരു കഷ്ണം ഇതാ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അയിലക്കറി വളരെ ടേസ്റ്റിയായ അയിലക്കറി ഇതാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ തേങ്ങ വറുത്തരച്ച മീൻകറി ഇതാ നമ്മുടെ പ്ലേറ്റിലോട്ട് ഇതാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കൂർക്കത്തോരനും ഇതാ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളോട്ട് എൻ്റെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെടുന്നുണ്ടോ എൻ്റെ വീഡിയോ? ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ. എൻ്റെ വോയിസോ അതേപോലെ തന്നെ പറയുന്നത് എന്തെങ്കിലും റിപ്പീറ്റായിട്ട് പറയുന്നുണ്ടോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെ എന്നുള്ള എൻ്റെ വീഡിയോ കേട്ടോ. ഇഷ്ടപ്പെട്ടോ? വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കണം കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോയുമായി വരാം. ബൈ.